വർഷങ്ങൾ കഴിഞ്ഞു. തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി 1952 ഫെബ്രുവരി 24-നാണ് ESI സ്ഥാപിതമായത്. 73 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പലർക്കും ESIയെ പറ്റി പൂർണ്ണമായും അറിയില്ല. എന്റെ കയ്യിൽ ESI കാർഡുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ഭർത്താവ് തളർവാദം വന്ന് കിടപ്പിലാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമാണ്. ESI കാർഡ് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ? ഇവർക്കൊക്കെ ESIയെ പറ്റിയുള്ള അറിവ് വളരെ പരിമിതമാണ്. വേറെയും ഒട്ടനേകം പേരുണ്ട് ഇതുപോലെ. അതിൽ ചിലരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വിനോദേ, 2 ആഴ്ചയായി നീ എവിടെയായിരുന്നു? നിന്നെ കാണാനുണ്ടായിരുന്നല്ലോ. ഇവനെന്താ മിണ്ടാത്തെ? ഇവന്റെ ഗേൾ ഫ്രണ്ട് വല്ല ഇട്ടു പോയോ? തമാശ പറഞ്ഞതാണോ? ഇങ്ങോട്ട് വന്നേ. നീ അറിഞ്ഞില്ലായിരുന്നു അവന്റെ ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്തോ ആണ്. കഴിഞ്ഞ 2 ആഴ്ചയായി അതിന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ട് ഹോസ്പിറ്റലായിരുന്നു അവൻ. പാവം ഒരുപാട് വലഞ്ഞു. അതിന്റെ ഇടയ്ക്കാ നിന്റെ കൂടെ തമാശ. ഞാനിതൊന്നും അറിഞ്ഞില്ലടാ. എടാ വിനോദേ, നീ എന്നോട് ക്ഷമിക്കണം. വിനോദേ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അവൾക്ക് നല്ല ചികിത്സ കൊടുക്കണ്ടേ? ശരിയാണ്, ചികിത്സയ്ക്ക് മരുന്നിന് ഒരുപാട് തുക ചെലവാകുമെന്ന് ആശുപത്രിക്കാർ പറയുന്നു. പിടുത്തം കഴിഞ്ഞ് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് നിനക്കറിയാലോ. ഓർത്തിട്ടാണെങ്കിൽ ഒരു 8 പിടി കിട്ടുന്നില്ല. നമ്മുടെ സുകുമാരൻ ചേട്ടന്റെ മോൾക്ക് ക്യാൻസർ വന്നപ്പോൾ ESI എന്നല്ലേ അവർക്ക് ചികിത്സ ലഭിച്ചത്. 1 രൂപ പോലും ചെലവായില്ലെന്നാ പറയുന്നത്. എന്റെ കയ്യിൽ ESI കാർഡുണ്ട്. എന്റെ ഭാര്യയ്ക്ക് കിട്ടുമോ ഈ ചികിത്സ? ഞാൻ ആ കാര്യം പറയാൻ മറന്നു. ESIയിൽ എല്ലാ ചികിത്സയും സൗജന്യമാണ്. ഒരുപക്ഷെ ESIയിൽ ഏതെങ്കിലും ചികിത്സ ലഭ്യമായില്ലെങ്കിൽ ESIയുമായി ടൈപ്പുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അവിടുത്തെ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ച് രോഗിക്ക് ആവശ്യമായ മരുന്ന്, പരിശോധനകൾ, ഭക്ഷണം എല്ലാം സൗജന്യമായി ലഭ്യമാക്കി തരികയും ചെയ്യും. എന്നാൽ പിന്നെ നിനക്ക് ESI കൊണ്ടുപോകൂടി അവിടെ. അതിന് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് എളുപ്പമല്ലേടാ. നിന്റെ വീടിനടുത്തുള്ള ESI ഡിസ്പെൻസറിയിൽ പോയി ആശ്രാമം ESIയിലേക്ക് ഒരു റെഫറൻസ് ലെറ്റർ വാങ്ങി കൊണ്ടുപോയി കാണിച്ചാൽ മതി. നാളെ തന്നെ പോകണം കേട്ടോ. ഇന്ന് അവധിയാവുമ്മ. ഇത് ശമ്പളക്കാം. കുറച്ച് ഫ്രൂട്ട്സ്. എന്തിനാ മോളെ നീ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വന്നേ? ഇവിടെയാണെങ്കിൽ ധാരാളം ഫ്രൂട്ട്സ് ഇരിക്കുക. അവളതൊന്നും കഴിക്കലേ. നമുക്ക് ഭയങ്കര ഛർദിലാണ്. അതൊന്നും പറ്റൂല ശമ്പള. ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. അല്ല, നിഷാദ് എവിടെ ഉമ്മ? നിഷാദിനെ കണ്ടില്ലല്ലോ. ഇക്ക ടെക്സ്റ്റൈൽ ഷോപ്പിലല്ലേ ജോലി ചെയ്യുന്നേ. അവിടെ ഇപ്പൊ സീസൺ ഒക്കെയാ. ഇക്ക വരാൻ വൈകും. അതൊന്നും അല്ല മോളെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പേടി. വല്ല സിസേറിയനോ വല്ലോ വേണ്ടി വന്നാലോ? ഇപ്പൊ തന്നെ സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, കാശ് എത്ര ചെലവായി നിനക്ക് അറിയാമോ? അല്ല ഉമ്മ, നിഷാദിന് ESI കാർഡില്ലേ? ഉണ്ട് മോളെ. ആ ഉണ്ടുമ്മ. ESI കാർഡിൽ ശമ്പളയുടെ പേര് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഉമ്മ നിങ്ങൾ വേറെ ആശുപത്രി പോണത്? ESI ഡിസ്പെൻസറിയിൽ പോയി ഒരു റെഫറൻസ് ലെറ്ററും വാങ്ങി നമ്മുടെ ആശ്രാമ ESI ആശുപത്രിയിൽ പോയാ പോരെ? മരുന്നും ടെസ്റ്റുകളും ഭക്ഷണവും ഒക്കെ സൗജന്യമല്ലേ? പിന്നെ അവിടെ ദിവസം പ്രതി എത്ര സുഖപ്രസവമാണ് നടക്കുന്നത്. ഇനി അഥവാ ഡോക്ടർമാർ സിസേറിയൻ നിർദ്ദേശിച്ചാൽ പോലും അതിനൊക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ട്. ബ്ലഡിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? അതൊക്കെ അവിടെ ഉണ്ട് മോളെ. ഉമ്മയ്ക്കറിയില്ലേ, എന്റെ ഇളയ മകൻ സൽമാനെ ഞാൻ പ്രസവിച്ചത് ESI ആശുപത്രിയിലല്ലേ. അപ്പൊ തന്നെ 26 ആഴ്ചത്തെ ശമ്പളം ഒരു നിശ്ചിത തുകയായി എന്റെ അക്കൗണ്ടിൽ ESI ഇട്ട് തരുമായിരുന്നു. ESIയിൽ അതിന് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. ഞാനും എന്റെ ഉമ്മയും ഒക്കെ എത്ര കാലമായി ESI മരുന്ന് വാങ്ങി കഴിക്കുന്നത്. എന്നാ മോളെ നീ വേഗം നിഷാദിനെ വിളിച്ച് പറ. പറ്റുവാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ESI പോയി കാണിക്കണം. ശരി. ഒരു സ്ട്രോങ് ചായ എടുത്തേ. അല്ല നാരെ, നിങ്ങളെ കണ്ടിരുത്തി നാടായല്ല. ഒന്നും പറയണ്ട എന്റെ മീരാനിക്ക. ഭാര്യയ്ക്ക് പ്രഷർ ഷുഗർ ഒക്കെ കൂടിയിട്ട് 1-2 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു.
അയ്യോ എന്നിട്ടെന്തായി? ഇപ്പൊ വേദമുണ്ട്. ESA ആശുപത്രിയുടെ കയ്യിൽ നിന്ന് കാശൊന്നും ചെലവായിട്ടില്ല. പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ ശേഷമേ ഞാൻ ഭയങ്കര പരിങ്ങലായിരുന്നു. നിങ്ങളെ പോലുള്ളവർക്ക് ESI ശരിക്കും ഒരു അനുഗ്രഹം അല്ലേ മാഷെ? അതെ അതെ, നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട അനേകം തൊഴിലാളികളുടെ ആശ്രയമല്ലേ ESI ആശുപത്രികൾ? അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഇനി 2 മാസം കൂടി ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കൂ. 2 മാസം കഴിഞ്ഞ് പിന്നെ എന്റെ റിട്ടയർമെന്റ് ആണ്. അതിനുശേഷം എന്താകുമെന്നാണ് എന്റെ ഇപ്പോഴത്തെ പേടി. അതെന്താ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ESI കിട്ടൂലേ? റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ESI വീത ഇല്ലല്ലോ. അത് അങ്ങനല്ലതായത്. നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് നിങ്ങളുടെ ESI ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് ഒരു നിശ്ചിത തുക അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള കാലത്തും നിങ്ങളുടെ ESI ആശുപത്രികളിൽ ലഭിക്കുന്ന എല്ലാത്തരം ചികിത്സാ സൗകര്യങ്ങളും വീണ്ടും ലഭിക്കുന്നതാണ്. കൊള്ളാമല്ലോ മാഷേ. എന്നാലേ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. 74ാമത് ESA ഫൗണ്ടേഷൻ ഡേയോടനുബന്ധിച്ച് ESA സേവനങ്ങളെ കുറിച്ചും മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ചും ഒരു പഠന ക്ലാസ് ESA സബ് റീജിയണൽ ഓഫീസിൽ വെച്ച് വരുന്ന മാർച്ച് 7 വെള്ളിയാഴ്ച നടത്തപ്പെടുന്നു. കഥാവസരത്തിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നായരെ, നേടിയ വള്ളി കാലിൽ ചുറ്റി. നിങ്ങൾ എന്തായാലും ഈ ക്ലാസ്സിൽ പോയി പങ്കെടുക്കണം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശരി മാഷേ. നമസ്കാരം, ഞാൻ റംസി. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. 74ാമത് ESA ഫൗണ്ടേഷൻ ഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പഠന ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് 1952 ഫെബ്രുവരി 24 രൂപം കൊടുത്ത ഒരു സ്ഥാപനമാണ് ESIC, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. 21,000 രൂപയിൽ താഴെ മാസ ശമ്പളമുള്ള എല്ലാ തൊഴിലാളികൾക്കും ESA അംഗത്വം ലഭിക്കുന്നതാണ്. ESAയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാം. മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ചികിത്സാ സൗകര്യം. ഈ ചികിത്സാ ആനുകൂല്യം ESAയിൽ അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ESA ഡിസ്പെൻസറി വഴിയും ESA ഹോസ്പിറ്റലുകൾ വഴിയും ESAയുടെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങൾ വഴിയും സൗജന്യമായി ലഭിക്കുന്നതാണ്. ESAയിൽ അംഗത്വമെടുത്ത ആദ്യ ദിനം മുതൽ തന്നെ ഈ ഒരു ആനുകൂല്യം തൊഴിലാളികൾക്ക് ലഭിക്കുന്നതാണ്. അത് മെറ്റേണിറ്റി ബെനിഫിറ്റിനെ പറ്റിയാണ്. പ്രസവാനുകൂല്യം. ESAയിൽ അംഗത്വമുള്ള സ്ത്രീകൾക്ക് പ്രസവാനന്തരവും അത് കണക്ക് തന്നെ ഗർഭകാല സമയത്തും 26 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പൂർണ്ണ ശമ്പളത്തോടു കൂടിയുള്ള അവധി. സിക്നസ് ബെനിഫിറ്റ് അല്ലെങ്കിൽ രോഗാനുകൂല്യം. രോഗാനുകൂല്യം എന്ന് പറയും ശരാശരി വേതനത്തിന്റെ 70% നിങ്ങൾക്ക് രോഗാനുകൂല്യമായി ലഭിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മാരകമായിട്ടുള്ള രോഗങ്ങൾ, ESA അതിന്റെ 34 തരത്തിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രോഗമുള്ള ആളുകൾക്ക് 2 വർഷം വരെ രോഗാനുകൂല്യം ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരാശരി, അതായത് തൊഴിലാളിയുടെ ശരാശരി ശമ്പളത്തിന്റെ 80% വരെ ഈ ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. അടുത്തതായി ഡിസേബിലിറ്റി ബെനിഫിറ്റ് അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ്. ജോലി സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് പരിക്ക് സംഭവിക്കുകയും അദ്ദേഹത്തിന് തുടർന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്യുകയാണെങ്കിൽ ESA ഒരു പ്രത്യേക ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. അതായത് ഒരു നിശ്ചിത സംഖ്യ അദ്ദേഹത്തിന് സാമ്പത്തിക സഹായമായി പ്രതിമാസം നൽകുന്നതാണ്. അടുത്തതായി മരണാനന്തര ആനുകൂല്യം. മരണാനന്തര ആനുകൂല്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലാളി അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥലത്ത് വെച്ചിട്ട് അപകടം സംഭവിക്കുകയും ആ പരിക്ക് മൂലം അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു നിശ്ചിത തുക പെൻഷനായി പ്രതിമാസം ESA നൽകുന്നതാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, അതുകണക്ക് തന്നെ ഫ്യൂണറൽ അലവൻസ്, ഇതെല്ലാം ESA നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ്. ഈ ആനുകൂല്യങ്ങളെ കുറിച്ചും ഈ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് ലഭ്യമാക്കുന്നത് എന്നതിനെ കുറിച്ചും ESA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ESA ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത് esa.gov.in എന്നാണ്. ഈ പഠന ക്ലാസ്സിലേക്ക്